നമ്മൾ ആവശ്യമില്ലാത്തതൊന്നും ദൈവത്തോട് ചോദിക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും വന്ന് നിറയാൻ പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പരിധി നിശ്ചയിക്കരുത്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്തതൊന്നും ദൈവത്തോട് ചോദിക്കരുത്. പീലാത്തോസ് യഹൂദ ജനതയോട് ചോദിച്ചു, ഞാൻ ആരെ വിട്ടുതരണം, യേശുവിനെയോ ബാരബ്ബാസിനെയോ? അപ്പോൾ യഹൂദ ജനത എന്താണ് ചിന്തിക്കുന്നത്? യേശു വെറും സ്നേഹവും സമാധാനവും മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങൾക്ക് റോമാക്കാരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ വിപ്ലവകാരിയായ യുദ്ധം ചെയ്യുന്ന ബാരബ്ബാസിനെ വേണം. അപ്പോൾ അവർ ബാരബ്ബാസിനെയാണ് തിരഞ്ഞെടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നും വിപ്ലവവും യുദ്ധവും അല്ലാതെ ഇസ്രായേലിൽ എന്തുണ്ട് ബാക്കി? ഇപ്പോഴും അവർ ദൈവജനമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും എപ്പോഴും യുദ്ധമാണ്. യുദ്ധമിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആരും ജയിക്കുന്നുമില്ല, തോക്കുന്നുമില്ല. ഇതാണ് യേശു തരുന്നത്. ശാശ്വതമായ സമാധാനമാണ്, ശാശ്വതമായ വിജയമാണ്. അത് തിരഞ്ഞെടുക്കാൻ അന്നത്തെ ഇസ്രായേൽക്കാർക്ക് സാധിച്ചില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ശാശ്വതമായ സ്നേഹവും സമാധാനവും തരുന്ന യേശുവിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ചോദിക്കുമ്പോൾ, ദൈവത്തോട് ചോദിക്കുമ്പോൾ തെറ്റിപ്പോകരുത്. എപ്പോഴും യേശുവിനെ തന്നെ ചോദിക്കുക. പരിശുദ്ധാത്മാവ് എപ്പോഴും വന്ന് വസിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നമ്മളെ ഈ ഭാഗം 1, 2, 3 ഭാഗങ്ങൾ കാണുക. അപ്പോൾ എല്ലാ കാര്യവും നമുക്ക് വ്യക്തമാകും. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.